guys, welcome back to our channel. It's me, Miss Madminder from Madmindersvlog. ഇന്ന് നമ്മൾ നിൽക്കുന്നത് 360 Motoring Calicut ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇതാണ് ജിത്തു 360. സോഷ്യൽ മീഡിയാസിലും എല്ലാവരെയും ജിത്തുചേട്ടൻ്റെ മുഖം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അപ്പോൾ 360 Motoring Calicutൻ്റെ ഫൗണ്ടർ. അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം അല്ലേ? ജിത്തു ചേട്ടാ, ഈ 360 Motoring Calicut എന്ന കൺസെപ്റ്റ് എന്നാണ് വന്നത്? കൺസെപ്റ്റ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 years ബിഫോർ ആയിരുന്നു. അപ്പോൾ ഇത്രയും നാള് ഒരു ഇടവേള എന്ന് പറയുന്നത്? ഇടവേള എന്നല്ല, 5 years ബിഫോർ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാറിനോട് ക്രേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറിൻ്റെ അന്നത്തെ ഒരു ക്രേസ് പിന്നീട് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് ലാസ്റ്റ് എത്തിപ്പെട്ടു, അങ്ങനെ പറയാം. ഫൈനലി ഞങ്ങൾ ഇതിലേക്ക് എത്തും. പക്ഷേ ഇതിലേക്ക് എത്താൻ സമയമെടുത്തു. പക്ഷേ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2-3 years ബിഫോർ തന്നെ പേര് ഓൾമോസ്റ്റ് എല്ലായിടത്തും എത്തി. ഫേസ്ബുക്കിലാണെങ്കിലും ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയാസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് തോന്നുന്നു 360 മോട്ടോർ അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ NVD ഇഷ്യൂസ്, അപ്പോൾ അതായിട്ട് എന്താണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള? സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NVD ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇത് ഓൾ ഇന്ത്യ ഒരു ലോ ആണ്. അപ്പം ആ ലോ നമ്മൾ കീപ്പ് ചെയ്യണം, ഓഫ് കോഴ്സ്. ബട്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സോസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഇല്ലീഗൽ. അതുപോലെ ടയർ പുറത്തേക്ക് പോകുന്നത് അതും ഇല്ലീഗലാണ്. അല്ലാതെ ബാക്കിയുള്ള കോസ്മെറ്റിക് ചേഞ്ചസ് അത് സത്യത്തിൽ അത് ചെയ്യുന്നതിൽ നമ്മളെ പോലത്തെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ നടക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും കേരളത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ പുറത്തുനിന്നും ഉണ്ട്. അപ്പം കോസ്മെറ്റിക് ചേഞ്ചസിനുള്ള ഒരു എന്തെങ്കിലും ഒരു റൂൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. കാരണം ഇപ്പം റീസെൻ്റ്ലി പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് 360 മോട്ടോറിംഗ് എന്താണെന്നറിയാം. ഇവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജിത്തുചേട്ടൻ തന്നെ പറഞ്ഞു തരും കേട്ടോ. സോ നമ്മുടെ ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈറ്റ്സ്, അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലൈറ്റ്സ്, ടെയിൽ ലൈറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റുകൾ വരുന്നുണ്ട്. ഓൺ ഓഫ് എക്സോസ്റ്റ്, മോൾഡട്രോണിക് എക്സോസ്റ്റുകൾ, പിന്നെ എയർ ഫിൽറ്റേഴ്സ്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ അലോയ് വീൽസാണ് കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. 15 inch മുതൽ അലോയ് വീൽസ് ഉണ്ട്. അപ് ടു 20 inch വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയറിന് ആവശ്യമുള്ള, അതായത് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മുടെ സെൻസേഴ്സ്, അതുപോലെ തന്നെ വാഷിങ്ങിനായിട്ടുള്ള സംഭവങ്ങൾ, ഗിയർ നോബ്സ്, പാർക്കിംഗ് സെൻസേഴ്സ്, എല്ലാതും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ വരുന്നത് കാർബൺ ഫൈബർ പ്രൊഡക്ട്സ് ആണ്. കാർബൺ ഫൈബർ ബോണറ്റ്, സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഡിക്കി, ഇങ്ങനത്തെ സംഭവങ്ങൾ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇത്. ഓക്കെ, ദെൻ ക്ലോസ് ടു ദിസ് ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ കസ്റ്റം ചെയ്യുന്ന ബമ്പേഴ്സാണ്. ഇതിവിടെ ഡിസ്പ്ലേൻ്റെ 2 ഉദ്ദേശമുണ്ട്. ഒന്ന് നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് പെയിൻറ്റിങ്. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഡിസ്പ്ലേ കൂടിയാണ് ഇവിടെ ഞങ്ങൾ കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കിൻ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. കീ ചെയിൻസ്, മാസ്ക്, അതുപോലെ മൊബൈൽ ചാർജസ്, അതുപോലെ കാലിപ്പർ ക്യാപ്സ്, ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെക്ഷനിൽ വരികയാണെങ്കിൽ ഇൻറ്റീരിയർ നമുക്ക് ഡാഷ്ബോർഡ്, അതുപോലെ ഡോർ പാഡ്, ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് പെയിൻറ്റിങ്, അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളുടെ ഡിസ്പ്ലേ ആണ് ഈ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിനകത്ത് ലെതർ സ്റ്റിച്ചിങ്ങിൻ്റെ ഡിസ്പ്ലേയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കസ്റ്റം സീറ്റ്സ് ആണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് സീറ്റ് തന്നെ കസ്റ്റം ചെയ്ത് കൊടുക്കുന്ന സീറ്റിംഗ് പൊസിഷൻസാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പോർട്സ് സീറ്റ് പോലെ ചെയ്യുന്ന ഡിസൈൻ ഉണ്ട്. നോർമലി വരുന്ന സീറ്റിൻ്റെ കുറച്ചും കൂടി തൈ സപ്പോർട്ടൊക്കെ വരുന്ന സീറ്റുകളുണ്ട്. അങ്ങനത്തെ ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ടുള്ള ഡിസ്പ്ലേസ് ആണ് ഇത്. നമുക്ക് ഇരുന്ന് നോക്കിയിട്ട് നമ്മളെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഈ സെക്ഷനിൽ പിന്നെ പെർഫ്യൂംസും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഔട്ട്സൈഡ് അതുപോലെ ഇപ്പം നോർമലി ഫോർ
സ്പോയിലേഴ്സ്, അതുപോലെ ഡിഫ്യൂസേഴ്സ്, റെഡിമെയ്ഡ് ഡിഫ്യൂസേഴ്സൊക്കെയാണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ എക്സോസ് ടിപ്പുകൾ, സൈഡ് ലിപ്സ്, അതെല്ലാം ഒരു വാളിൽ. ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഓരോ വാളിനും ഓരോ തീമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ആണ് നമ്മുടെ പോളിഷിംഗ് റൂം, അതായത് ഡീറ്റെയിലിംഗ് ചെയ്യുന്ന റൂമാണ്. ഇതിനകത്ത് നമ്മൾ നോർമൽ പോളിഷിംഗ്, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സെറാമിക് ട്രീറ്റ്മെൻറ്റും കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സെറാമിക് ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളും അതിനകത്തിലൂടെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലും കംപ്ലീറ്റ് ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടി മൊത്തമായിട്ട് പോളിഷ് ചെയ്യുന്ന ഒരു സംഭവം. അതിൽ പല സെക്ഷനായിട്ട് നോർമൽ പോളിഷും ഡീറ്റെയിലിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ അതൊരു സെറാമിക് എന്നുള്ള ഒരു വേർഷനും കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സെറാമിക് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ പെയിൻറ്റ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ പെയിൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, അതായത് നമ്മൾ കൂടുതൽ വരകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അതുപോലെ തന്നെ PPF എന്നൊരു സംഭവമുണ്ട്, പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുൾ ബോഡി റാപ്പിങ്ങും ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത സംഭവങ്ങൾ ഇത്. അതുപോലെ തന്നെ നമ്മുടെ വാഷിങ്ങിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ കംപ്ലീറ്റ്ലി നോർമൽ വാഷിംഗ് ആണ്, അല്ലാതെ വലിയൊരു വാഷിംഗ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. കാരണം റാമ്പെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ സ്പേസിൽ പറ്റില്ല. അതുകൊണ്ട് ഉള്ള സ്പേസിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മളിവിടെ എന്താ പറയുക, വാഷിങ്ങിൻ്റെ എല്ലാവിധ സംഭവങ്ങളും, അതായത് ഇൻറ്റീരിയർ വാഷിംഗ്, ഇൻറ്റീരിയർ ക്ലീനിങ്, എക്സ്റ്റീരിയർ വാഷിംഗ്, സാനിറ്റൈസിങ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് സാനിറ്റൈസിങ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംഭവം വാഷിംഗ് ആൻഡ് ഇൻറ്റീരിയർ ക്ലീനിങ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പാർട്സും കാര്യങ്ങളും ഇവർ കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കയറി ഫോളോ ചെയ്ത് നമ്മളോടൊന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടുത്തെ ഓണറുടെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവരുടെ പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് താഴെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ this is you watching Miss Madminder from Madmindersvlog.